എല്ലാവർക്കും ഡയറക്റ്റ് ഹോം പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്ക് വളരെ ചെറുതാണ്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഫാക്റ്റുകളൊക്കെ ഉള്ളൊരു ടോപ്പിക്കും അതുപോലെ തന്നെ എക്സാമിന് കൂടുതലായിട്ട് റയറായിട്ടും അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടും വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു ഫാക്റ്റ്, വേഗത്തിൽ ഗണിതക്രിയകൾ ചെയ്യാനുള്ള യന്ത്രം എന്ന ഉദ്ദേശത്തിലാണ് കമ്പ്യൂട്ടർ ആദ്യമായി കണ്ടുപിടിച്ചത്. വേഗത്തിൽ ഗണിതക്രിയകൾ ചെയ്യാനായിട്ട് ഒരു യന്ത്രം എന്ന ഉദ്ദേശത്തിലാണ് കമ്പ്യൂട്ടർ ആദ്യമായി കണ്ടുപിടിച്ചത്. അടുത്ത ഒരു ഫാക്റ്റ്, വിവരങ്ങൾ കണ്ടെത്തി സംഭരിക്കാനും ക്രമീകരിക്കാനും അളവുകൾ കണക്കാക്കാനും മറ്റ് മെഷീനുകൾ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. എന്താണ്? വിവരങ്ങൾ കണ്ടെത്തി സംഭരിക്കാനും ക്രമീകരിക്കാനും അളവുകൾ കണക്കാക്കാനും മറ്റ് മെഷീനുകൾ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വേഗത. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരംശം കൊണ്ട് ദശലക്ഷക്കണക്കിന് പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും. ഒരു മനുഷ്യൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് ചെയ്യുന്ന ജോലികൾ കമ്പ്യൂട്ടറിന് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആദ്യത്തെ ഒരു ഗുണമാണ് വേഗത എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരംശം കൊണ്ട് ദശലക്ഷക്കണക്കിന് പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് ചെയ്യുന്ന ജോലികൾ കമ്പ്യൂട്ടറിന് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ മേന്മകൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ രണ്ടാമത്തെ ഒരു ഗുണമാണ് കൃത്യത എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് ഗണിതക്രിയകൾ വളരെ ഉയർന്ന കൃത്യതയോടുകൂടി നിർവഹിക്കാൻ സാധിക്കും. ഫലങ്ങളിലും ഗണിതക്രിയകളുടെ സൂക്ഷ്മതയിലും യാതൊരുവിധ തെറ്റുകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് കൃത്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ രണ്ട് ഫാക്റ്റുകൾ പഠിച്ചു, വേഗത അതുപോലെ തന്നെ കൃത്യത എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു 3 ഗുണങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അതിൽ മൂന്നാമത്തെ ഒരു മേന്മയാണ് സ്ഥിരോത്സാഹം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഒരു യന്ത്രമായതുകൊണ്ട് അതിന് മണിക്കൂറുകളോളം മുഷിയാതെ പ്രവർത്തിക്കാൻ കഴിയും. മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് നമ്മോട് അനുസരണക്കേടോ മറ്റ് വികാരങ്ങളോ പ്രകടിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറുകൾ പതിവ് ജോലികൾക്ക് ഏറ്റവും യോജിച്ചതാണ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? സ്ഥിരോത്സാഹം എന്നൊരു ഗുണം. കമ്പ്യൂട്ടർ ഒരു യന്ത്രമായതുകൊണ്ട് അതിന് മണിക്കൂറുകളോളം മുഷിയാതെ പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി അത് നമ്മോട് അനുസരണക്കേടോ മറ്റ് വികാരങ്ങളോ പ്രകടിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറുകൾ പതിവ് ജോലികൾക്ക് ഏറ്റവും യോജിച്ചതാണ്. ഇനി അടുത്തൊരു ഗുണമാണ് ബഹുമുഖ വൈദഗ്ധ്യം. അതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സിംഗ് ദൗത്യങ്ങൾ നിർവഹിക്കാൻ കമ്പ്യൂട്ടറുകളെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് പൊതു ഉപയോഗത്തിനുള്ള ഡാറ്റ പ്രോസസ്സിംഗ് യന്ത്രമാണ്. അപ്പോൾ ബഹുമുഖ വൈദഗ്ധ്യം എന്ന് പറഞ്ഞ ഫാക്റ്റിൽ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സിംഗ് ദൗത്യങ്ങൾ നിർവഹിക്കാൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇത് പൊതു ഉപയോഗത്തിനുള്ള ഡാറ്റ പ്രോസസ്സിംഗ് യന്ത്രമാണ്. അപ്പോൾ അടുത്തൊരു ഗുണമാണ് വളരെ വലിയ മെമ്മറി. കമ്പ്യൂട്ടറുകൾക്ക് വർദ്ധിച്ച തോതിലുള്ള സംഭരണ ശേഷിയുണ്ട്. പ്രോസസ്സിങ്ങിനായി വലിയ അളവിൽ ഡാറ്റ മെമ്മറിയിൽ സംഭരിക്കാനാകും. അതുപോലെ തന്നെ സംഭരണ അളവ് ആവശ്യത്തിന് വർദ്ധിപ്പിക്കാനുമാകും. അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടറിൻ്റെ 5 മേന്മകൾ അല്ലെങ്കിൽ ഗുണങ്ങളാണ് പഠിച്ചത്. ഒന്ന് വേഗത, പിന്നെ കൃത്യത, സ്ഥിരോത്സാഹം, ബഹുമുഖ വൈദഗ്ധ്യം, വളരെ വലിയ മെമ്മറി. ജസ്റ്റ് കേട്ടാൽ മതി, അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കി വയ്ക്കത്തുള്ളൂ. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ചില ലിമിറ്റേഷൻസ് പരിശോധിക്കാം, അതായത് പരിമിതികൾ. ഒന്നാമത്തെ പരിമിതി IQവിൻ്റെ അഭാവമാണ്. കമ്പ്യൂട്ടറിന് അമാനുഷിക കഴിവുകൾ ഉണ്ടെന്ന് ആണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ അത് വാസ്തവമല്ല. കമ്പ്യൂട്ടറിന് മനുഷ്യർക്കുള്ളതുപോലെ സ്വതസിദ്ധമായ ബുദ്ധിയില്ല. പക്ഷെ അത് നിലവിലത്തെ ഒരു ഫാക്റ്റ് വെച്ച് നമുക്കങ്ങനെ പറയാൻ പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ AI ഒക്കെ എല്ലാതരം ബിസിനസ് അല്ലെങ്കിൽ ജോലി മേഖലകളിലും പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ഭാവി എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെക്കാൾ ബ്രില്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെഷീനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നോളജി കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും വന്നെന്ന് വരാം. അതിനെപ്പറ്റി ജസ്റ്റ് സംസാരിച്ചു എന്നുള്ളൂ. നമ്മളിവിടെ പഠിക്കുമ്പോൾ ഇതിലേത് ഫാക്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ IQവിൻ്റെ അഭാവം കമ്പ്യൂട്ടറിൻ്റെ ഒരു പരിമിതിയാണ്.
അതുപോലെ തന്നെ അടുത്തൊരു പരിമിതി ചോദിച്ചു കഴിഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള കഴിവിൻ്റെ അഭാവം. കമ്പ്യൂട്ടറുകൾക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അതായത് മനുഷ്യർക്കുള്ളതുപോലെ അന്തർജ്ഞാനപരമായ കഴിവുകൾ അതിനില്ല. എന്താ പറഞ്ഞത്? തീരുമാനമെടുക്കാനുള്ള കമ്പ്യൂട്ടറിൻ്റെ അഭാവം. കമ്പ്യൂട്ടറുകൾക്ക് സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. മനുഷ്യർക്കുള്ളതുപോലെ അന്തർജ്ഞാനപരമായ കഴിവുകൾ അതിനില്ല. അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടറിൻ്റെ മേന്മകളും പരിശോധിച്ച് കഴിഞ്ഞു, കമ്പ്യൂട്ടറിൻ്റെ പരിമിതികളും പരിശോധിച്ച് കഴിഞ്ഞു. കമ്പ്യൂട്ടറിൻ്റെ പരിമിതിയിൽ നമ്മൾ പറഞ്ഞത് രണ്ട് ഫാക്റ്റുകളാണ്. ഒന്ന് IQ-വിൻ്റെ അഭാവം, അതുപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള കഴിവിൻ്റെ അഭാവം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളൊരു ടോപ്പിക് എന്താണെന്നുണ്ടെങ്കിൽ സംഖ്യാസമ്പ്രദായത്തിൻ്റെ വളർച്ചയാണ്. കുറച്ച് സംഖ്യാസമ്പ്രദായങ്ങളും അതിനെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളും പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു സംഖ്യാസമ്പ്രദായമാണ് ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായം. ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായം ആവിഷ്കരിച്ച വർഷമാണ് 3000 BC. 3000 BC-യിലാണ് അപ്പോൾ ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായം ആരംഭിച്ചത്. അതുപോലെ തന്നെ 10 അടിസ്ഥാനമായ സംഖ്യാസമ്പ്രദായമാണ് ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായം. അപ്പോൾ ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായം 10 അടിസ്ഥാനമായിട്ടുള്ളൊരു സംഖ്യാസമ്പ്രദായമാണ്. നെക്സ്റ്റ് 1 മുതൽ 9 വരെയും 10 മുതൽ 90 വരെയും 100 മുതൽ 900 വരെയും 1000 മുതൽ 9000 വരെയും വ്യത്യസ്ത ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏതിൽ? നമ്മുടെ ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായത്തിൽ. എന്താ പറഞ്ഞത്? 1 മുതൽ 9 വരെയും 10 മുതൽ 90 വരെയും 100 മുതൽ 900 വരെയും 1000 മുതൽ 9000 വരെയും വ്യത്യസ്ത ചിഹ്നങ്ങളാണ് ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായത്തിൽ ഉപയോഗിച്ചിരുന്നത്. അടുത്തൊരു ഫാക്റ്റാണ്, ഈജിപ്തുകാർ സംഖ്യ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. നമ്മളൊക്കെ സാധാരണ ഇടത്തു നിന്നും വലത്തോട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായ പ്രകാരം അന്നത്തെ ആൾക്കാർ വലത്ത് നിന്നും ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായത്തെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഒരു സംഖ്യാസമ്പ്രദായമാണ് സുമേറിയൻ അഥവാ ബാബിലോണിയൻ സംഖ്യാസമ്പ്രദായം. ഇത് 60 അടിസ്ഥാനമായ സംഖ്യാസമ്പ്രദായമാണ്. അപ്പോൾ ബാബിലോണിയൻ അഥവാ സുമേറിയൻ സംഖ്യാസമ്പ്രദായം 60 അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ സംഖ്യാസമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് സെക്സാജെസിമൽ എന്ന്. അപ്പോൾ സെക്സാജെസിമൽ എന്നറിയപ്പെടുന്ന സംഖ്യാസമ്പ്രദായം ചോദിച്ചു കഴിഞ്ഞാൽ ബാബിലോണിയൻ സംഖ്യാസമ്പ്രദായം അല്ലെങ്കിൽ സുമേറിയൻ സംഖ്യാസമ്പ്രദായമാണ്. അടുത്തൊരു ഫാക്റ്റ്, സംഖ്യയിൽ അക്കങ്ങൾ ഇടത്തു നിന്ന് വലത്തോട്ടാണ് എഴുതിയിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായം നമ്മൾ എഴുതുന്നതിനും നേരെ വിപരീതമായിട്ടാണ്, അതായത് വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. പക്ഷേ ഇവിടെ ഈ സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ സംഖ്യാസമ്പ്രദായത്തിൽ നമ്മുടെ അതേ ശൈലിയാണ്, അതായത് ഇടത്തു നിന്നും വലത്തോട്ടാണ് അവർ എഴുതിയിരുന്നത്. അടുത്ത ഫാക്റ്റ്, സംഖ്യാസമ്പ്രദായങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആധാരസംഖ്യ ഉള്ള സംഖ്യാസമ്പ്രദായമാണ് സുമേറിയൻ അഥവാ ബാബിലോണിയൻ സംഖ്യാസമ്പ്രദായം. സംഖ്യാസമ്പ്രദായങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആധാരസംഖ്യ ഉള്ള സംഖ്യാസമ്പ്രദായമാണ് സുമേറിയൻ ഓർ ബാബിലോണിയൻ സംഖ്യാസമ്പ്രദായം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, 0 എന്ന ആശയം നിലനിന്നിരുന്ന സംഖ്യാസമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമേറിയൻ സംഖ്യാസമ്പ്രദായമാണ്. അപ്പോൾ 0 എന്ന ആശയം നിലനിന്നിരുന്ന സംഖ്യാസമ്പ്രദായമാണ് സുമേറിയൻ ഓർ ബാബിലോണിയൻ സമ്പ്രദായം. അതുപോലെ തന്നെ 0 രേഖപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ അവർ ഉപയോഗിച്ചിരുന്നതാണ് സ്പേസ്, അതായത് ഒഴിവ്. അതായത് അടുത്ത ഒരു സംഖ്യാസമ്പ്രദായമാണ് ചൈനീസ് സംഖ്യാസമ്പ്രദായം. ചൈനീസ് സംഖ്യാസമ്പ്രദായം നിലവിൽ വന്ന വർഷമാണ് 2500 BC. ചൈനീസ് സംഖ്യാസമ്പ്രദായം നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2500 BC ആണ്. അതുപോലെ തന്നെ 10 അടിസ്ഥാനമാക്കിയ സംഖ്യാസമ്പ്രദായമാണ് ചൈനീസ് സമ്പ്രദായം. നേരത്തെ പറഞ്ഞു ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായത്തിലും 10 അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ചൈനീസ് സംഖ്യാസമ്പ്രദായത്തിലും 10 അടിസ്ഥാനമാണ്. ഇനി മുളങ്കമ്പുകൾ കൊണ്ടാണ് അന്ന് സംഖ്യ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ചൈനീസ് സംഖ്യാസമ്പ്രദായം പ്രകാരം മുളങ്കമ്പുകൾ കൊണ്ടാണ് അന്ന് അവർ ഈ സംഖ്യകളൊക്കെ രേഖപ്പെടുത്തിയിരുന്നത്. അടുത്ത ഒരു ഫാക്റ്റ്, ഈ രീതിക്ക് ഇന്നത്തെ സംഖ്യാസമ്പ്രദായവുമായി സാദൃശ്യമുണ്ട്. അപ്പോൾ ഈ ചൈനീസ് സംഖ്യാസമ്പ്രദായത്തിന് ഇന്നത്തെ രീതിയുമായിട്ട് വളരെയധികം സാദൃശ്യമുണ്ട്. അപ്പോൾ അടുത്ത ഒരു ഇതാണ് ഗ്രീക്ക് സംഖ്യാസമ്പ്രദായം.
ഈ സംഖ്യാസമ്പ്രദായം വികസിച്ച കാലഘട്ടമാണ് 500 BC. അപ്പോൾ ഗ്രീക്ക് സംഖ്യാസമ്പ്രദായം വികസിച്ച കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 500 BC. അതുപോലെ തന്നെ ഗ്രീക്ക് സംഖ്യാസമ്പ്രദായം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അയോണിയൻ സംഖ്യാസമ്പ്രദായം. അപ്പോൾ എന്താ പറഞ്ഞത്? ഗ്രീക്ക് സംഖ്യാസമ്പ്രദായത്തിൻ്റെ മറ്റൊരു പേരാണ് അയോണിയൻ സംഖ്യാസമ്പ്രദായം എന്നത്. അടുത്തത് 10 അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഖ്യാസമ്പ്രദായമാണ് ഗ്രീക്ക് സംഖ്യാസമ്പ്രദായം. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈജിപ്ഷ്യൻ സംഖ്യാസമ്പ്രദായം, അതുപോലെ തന്നെ ചൈനീസ് സംഖ്യാസമ്പ്രദായം. അതിനോടൊപ്പം തന്നെ ഗ്രീക്ക് സംഖ്യാസമ്പ്രദായവും അടിസ്ഥാനമാക്കിയ സംഖ്യയാണ് 10 എന്ന് പറയുന്നത്. പിന്നീട് പറയാനുള്ളൊരു ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീക്ക് സംഖ്യാസമ്പ്രദായത്തിൽ 0 അടയാളപ്പെടുത്താൻ ചിഹ്നമില്ലായിരുന്നു. ഗ്രീക്ക് സംഖ്യാസമ്പ്രദായ പ്രകാരം 0 അടയാളപ്പെടുത്താനായിട്ട് ചിഹ്നമൊന്നുമില്ലായിരുന്നു. നെക്സ്റ്റ് പറയാനുള്ളത് റോമൻ സംഖ്യാസമ്പ്രദായത്തെക്കുറിച്ചാണ്. 7 ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള സംഖ്യാസമ്പ്രദായമാണ് ഈ റോമൻ സംഖ്യാസമ്പ്രദായം. അപ്പോൾ 7 ചിഹ്നങ്ങളാണ് നമ്മുടെ റോമൻ സംഖ്യാസമ്പ്രദായത്തിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ സംഖ്യകൾ അടയാളപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങളാണ് IVXLCDM. അപ്പോൾ റോമൻ സംഖ്യാസമ്പ്രദായം പ്രകാരം ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സംഖ്യകൾ അടയാളപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങളാണ് IVXLCDM. അടുത്തത് മായൻ സംഖ്യാസമ്പ്രദായം. 20 അടിസ്ഥാനമാക്കിയ സംഖ്യാസമ്പ്രദായമാണ് മായൻ സംഖ്യാസമ്പ്രദായം. അപ്പം മായൻ സംഖ്യാസമ്പ്രദായം 20 അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ സംഖ്യാസമ്പ്രദായം ശരിയായ ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾക്കും കൂടുതൽ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തുന്നതിനും ഉപയോഗിച്ചിരുന്നു. എന്താണ് ഈ മായൻ സംഖ്യാസമ്പ്രദായം എന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾക്കും കൂടുതൽ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്താനും ഉപയോഗിച്ചു പോന്നു. അതുപോലെ തന്നെ 20 അടിസ്ഥാനമായ സംഖ്യാസമ്പ്രദായം ഉപയോഗിക്കാൻ കാരണമാണ് കൈകാലുകളിൽ ആകെ 20 വിരലുകൾ ഉള്ളതിനാൽ. അപ്പോൾ ഈ മായൻ സംഖ്യാസമ്പ്രദായം പ്രകാരം 20 അടിസ്ഥാനമാക്കാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ കൈകാലുകളിൽ ആകെ 20 വിരലുകൾ ഉള്ളതിനാൽ. അടുത്ത ഒരു സംഖ്യാസമ്പ്രദായമാണ് ഹിന്ദു അറബിക് സംഖ്യാസമ്പ്രദായം. ഈ സമ്പ്രദായം ഇന്ത്യയിൽ ഉടലെടുത്ത വർഷമാണ് 1500 വർഷം മുൻപ്. അപ്പോൾ ഹിന്ദു അറബിക് സംഖ്യാസമ്പ്രദായം ഉടലെടുത്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിൽ ഉടലെടുത്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1500 വർഷം മുൻപ് എന്നാണ് ആൻസർ. രണ്ടാമത്തെ ഫാക്റ്റ്, സ്ഥാനവില ക്രമമുള്ള ദശസംഖ്യാ സമ്പ്രദായമാണ് ഹിന്ദു അറബിക് സംഖ്യാസമ്പ്രദായം. അപ്പോൾ സ്ഥാനവില ക്രമമുള്ള ദശസംഖ്യാ സമ്പ്രദായമാണ് ഹിന്ദു അറബിക് സംഖ്യാസമ്പ്രദായം എന്ന് പറയണത്. അടുത്തൊരു ഫാക്റ്റ്, ഈ സമ്പ്രദായത്തിൽ 0 അടയാളപ്പെടുത്തുന്നതിന് പ്രത്യേകം ചിഹ്നമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹിന്ദു അറബിക് സംഖ്യാസമ്പ്രദായത്തിൽ 0 അടയാളപ്പെടുത്താനായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ചിഹ്നം ഉണ്ടായിരുന്നു. അടുത്ത ഫാക്റ്റ്, ലോകത്തിനുള്ള ഇന്ത്യയുടെ വലിയ സംഭാവനയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നതാണ് 0ൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ ലോകത്തിനുള്ള ഇന്ത്യയുടെ വലിയ സംഭാവനയായി കണക്കാക്കപ്പെട്ടിരുന്നതാണ് 0ൻ്റെ കണ്ടുപിടുത്തം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 2021 ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. റോമൻ നമ്പർ സിസ്റ്റം എന്നത് എന്താണ്? അപ്പോൾ അതിനെ കുറച്ച് ഫാക്റ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാക്റ്റുകൾ വായിച്ചിട്ട് പിന്നെ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. അപ്പോൾ റോമൻ നമ്പർ സിസ്റ്റം എന്നത് ഓപ്ഷൻ എ സ്ഥാനപരമായ നമ്പർ സിസ്റ്റമാണ്. ഓപ്ഷൻ ബി സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്. ഓപ്ഷൻ സി രണ്ടും, അതായത് എയും ബിയും ശരിയാണ്. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നതിനെ പറ്റിയുള്ളൊരു കറക്റ്റായിട്ടുള്ള ഫാക്റ്റാണ്, ഇത് സ്ഥാനപരമല്ലാത്ത ഒരു നമ്പർ സിസ്റ്റമാണ്. ഇനി നമുക്ക് 2 ഫാക്റ്റുകൾ കൂടി നോക്കാനുണ്ട് ഈ എപ്പിസോഡിൽ. സ്ഥാനീയ സംഖ്യാസമ്പ്രദായവും സ്ഥാനീയമല്ലാത്ത സംഖ്യാസമ്പ്രദായവും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സ്ഥാനീയമായ സംഖ്യാസമ്പ്രദായത്തെക്കുറിച്ച് നോക്കാം. ഇനി ഇംഗ്ലീഷ് ടൈമാണ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഇത് പ്രകാരം അക്കങ്ങളുടെ സ്ഥാനമനുസരിച്ച് അതിൻ്റെ മൂല്യം മാറുന്നു. അപ്പോൾ ഈ സ്ഥാനീയ സംഖ്യാസമ്പ്രദായ പ്രകാരം അക്കങ്ങളുടെ സ്ഥാനമനുസരിച്ചിട്ട് അതിൻ്റെ മൂല്യം മാറുന്നു. അടുത്തൊരു ഫാക്റ്റാണ്, വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു സംഖ്യാസമ്പ്രദായമാണ് സ്ഥാനീയ സംഖ്യാസമ്പ്രദായം. അപ്പോൾ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്നത്.
ഉദാഹരണത്തിന് ദശാംശ സംഖ്യാ സമ്പ്രദായം, ബൈനറി സംഖ്യാ സമ്പ്രദായം. അതായത് ഈ സ്ഥാനീയമായിട്ടുള്ള സംഖ്യാ സമ്പ്രദായത്തിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ ദശാംശ സംഖ്യാ സമ്പ്രദായവും അതുപോലെ തന്നെ ബൈനറി സംഖ്യാ സമ്പ്രദായവും. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് സ്ഥാനീയമല്ലാത്ത സംഖ്യാ സമ്പ്രദായം. അതിന് ഇംഗ്ലീഷ് ടൈമാണ് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നത്. അപ്പോൾ അതിനെ പറ്റിയൊരു 3 ഫാക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഫാക്റ്റ്, ഒരക്കത്തിൻ്റെ മൂല്യത്തെ അതിൻ്റെ സ്ഥാനം ബാധിക്കുന്നില്ല. അപ്പോൾ ഈ സ്ഥാനീയമല്ലാത്ത സംഖ്യാ സമ്പ്രദായ പ്രകാരം ഒരക്കത്തിൻ്റെ മൂല്യത്തെ അതിൻ്റെ സ്ഥാനം ബാധിക്കുന്നില്ല. നെക്സ്റ്റ്, നോൺ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ഥാനീയ സംഖ്യാ സമ്പ്രദായം അറിയപ്പെടുന്നത് വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ സ്ഥാനീയമല്ലാത്ത സംഖ്യാ സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് നോൺ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്നത്. അടുത്ത ഫാക്റ്റ്, ഒരു നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിലെ ഓരോ ചിഹ്നവും ലൊക്കേഷൻ പരിഗണിക്കാതെ തന്നെ ഒരേ മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു. ജസ്റ്റ് ഫാക്റ്റ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ്? ഒരു നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിലെ ഓരോ ചിഹ്നവും ലൊക്കേഷൻ പരിഗണിക്കാതെ തന്നെ ഒരേ മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഇനി നമുക്ക് സ്ഥാനീയമല്ലാത്ത സംഖ്യാ സമ്പ്രദായത്തിന് ഉദാഹരണങ്ങളാണ് ഗ്രേ കോഡ്, റോമൻ സംഖ്യാ സമ്പ്രദായം, അതുപോലെ തന്നെ XS3 കോഡ് എന്നിവ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ വിചാരിക്കുക, ഈ ഗ്രേ കോഡ്, റോമൻ സംഖ്യാ സമ്പ്രദായം, XS3 കോഡ് എന്നിവ ഏത് സംഖ്യാ സമ്പ്രദായത്തിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനീയമല്ലാത്ത സംഖ്യാ സമ്പ്രദായത്തിൽ പെടുന്നു. അത് അറിയപ്പെടുന്ന മറ്റൊരു പേര് നമ്മൾ പറഞ്ഞത് നോൺ വെയ്റ്റഡ് നമ്പർ സിസ്റ്റം എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.